ഹലോ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് സൺഡേ അല്ലേ, അപ്പം എല്ലാ സൺഡേയിലും നമ്മൾ ചിക്കൻ കറിയാണ് എടുക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് റെഡിയാക്കാനുള്ള സാധനങ്ങളും ഞാൻ റെഡിയാക്കി. കറിക്കുള്ളതെല്ലാം ഞാൻ അരിഞ്ഞും വെച്ചു. കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. കൊച്ചുള്ളി ഇവിടെ കിട്ടൂല. കിട്ടും, പക്ഷെ തിരഞ്ഞൊക്കെ തന്നാൽ വല്ലപ്പോഴും കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ വിശാഖപട്ടണം പോകണം. അപ്പം ഇപ്പം നമ്മൾ ഈ ഇടയ്ക്കൊന്നും അങ്ങോട്ടൊന്നും ഇറങ്ങാത്തത് കൊണ്ട് സവാള വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ബീഫ് കറി വെച്ചാലോ? ബീപ്പ് ആരോ ഒരു വീഡിയോയ്ക്കകത്ത് ബീപ്പ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയതല്ല കേട്ടോ. അപ്പം നമുക്ക് ബീഫ് കറി വെക്കുന്ന ഏതാണെന്ന് നോക്കാം, എൻ്റേതായിട്ടുള്ള രീതിയിൽ കേട്ടോ. അപ്പം നമുക്ക് ചൂടായ നമ്മുടെ പാത്രത്തിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാകും. ആരൊക്കെ ബീഫിനകത്ത് തേങ്ങയൊക്കെ ഇടും? എല്ലാവരും ഇടുമല്ലേ? ഞാൻ വെറുതെ ചോദിച്ചതാണേ. അപ്പം ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന തേങ്ങയാണ്. ഏകദേശം കഴിയാറായി. 30-35ഓളം തേങ്ങ നമ്മൾ കൊണ്ടുവന്നു. കുറച്ച് 2-3 കൊപ്രയായി. അപ്പം എന്നിരുന്നാലും ഈ തേങ്ങയൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഈ തേങ്ങ മൂത്ത് വന്നാലും ഉണ്ടല്ലോ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓരോന്നോരോന്ന് ഞാൻ തന്നെ ഇരുന്ന് കഴിക്കും. അതാണ് അവസ്ഥ. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കരിഞ്ഞ പോലെ ഇരിക്കും, പക്ഷേ ഇതാ ബ്രൗൺ കളറാണ്. അയ്യോ ചൂടാ. അപ്പം പിന്നെ കടുകിടാം. എനിക്ക് എന്ത് ചിക്കൻ കറി വെച്ചാലും ബീഫായാലും എന്ത് തന്നെയായാലും എനിക്ക് കടുക് വേണം. കടുകില്ലാത്ത ഒരു പണിയില്ല. ചിലയിടത്തൊന്നും കടുകിടാറില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കില്ലാതെ ഒരു സമാധാനം കിട്ടും. ഇങ്ങനെയൊക്കെ ഈ മസാല ഇടാനുള്ള പാത്രങ്ങളെല്ലാ വീട്ടിലും കാണുമല്ലേ? ഉള്ളവരൊന്ന് പറയണേ. അപ്പം നമ്മുടെ കടുക് ചേട്ടൻ പൊട്ടിത്തെറിക്കട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് കാണാമോ? ഇതാ കടുക് ചേട്ടൻ പൊട്ടി, ഏകദേശം പൊട്ടിക്കഴിയാറായി. ഇനി നമുക്ക് സവാള ഇടാം. കൊച്ചുള്ളി ഇല്ല, അതുകൊണ്ടാണ് ഈ സവാള ഇടുന്നത്. അപ്പം സവാള ഒന്ന് റെഡിയായി വരക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വേഗം വഴണ്ട് കിട്ടുമെന്നൊക്കെയാണ് ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്നൊക്കെ പറയാം. പക്ഷേ സൂക്ഷിച്ച് വേണം ഇടാൻ. കാര്യം ഈ ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെക്കുമല്ലോ. അപ്പം ആ ഒരു കാര്യം ഓർമ്മ വേണം. എന്നിട്ട് വേണം ഇതിനകത്ത് ഉപ്പ് വാരി തട്ടാൻ. ചുടുചുടില്ല. കുറച്ച് ഒരു 5-6 പീസെങ്കിലും ഞാൻ തിന്നിരിക്കും, അതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി വഴണ്ട് ബ്രൗൺ കളറായി വരുന്നു. ചിലതൊക്കെ കരിഞ്ഞിട്ടുമുണ്ട്, കട്ടിയില്ലാത്തത് കരിഞ്ഞിട്ടുമുണ്ട്, കട്ടിയുള്ളത് ബ്രൗണുമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എടുക്കാം. അപ്പം എന്താ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലല്ല, എന്തെങ്കിലും ആവട്ടെ. ഇനിയും തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളവിടെ കരിഞ്ഞ് വെക്കും. അവർ 3 പേരും കിടന്നൊന്നും കൂട്ടാവട്ടെ, അല്ലെങ്കിൽ പിണങ്ങി കിടന്നാൽ ശരിയാവും. അവർ പരസ്പരമൊക്കെ ഒന്ന് സംസാരിച്ച് ഫ്രണ്ട്സാവും. പിന്നെ പച്ചമുളക്. ആരൊക്കെ ഇടും പച്ചമുളക്? ഇനി നമുക്ക് ഒരാളെ കൂടി ഇടാറുണ്ട്. ആരായിരിക്കും? കറിവേപ്പില ഞാൻ ഫസ്റ്റിൽ അങ്ങനെ ഇടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരുമാതിരി ഇരിക്കും, എനിക്കിഷ്ടമല്ല. ഇവരുടെ കൂട്ടത്തിൽ ഇവരോടൊന്ന് കിടന്നു. നമുക്ക് അവസാനം ഒന്ന് കറിയൊക്കെ ഒന്ന് മസാല എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ജോളിയായിട്ടൊരു ട്രിപ്പ് പോകട്ടെ. ഏതാണ്ട് അവർ സെറ്റായിട്ടുണ്ട്. അവർ തിക്ക് ഫ്രണ്ട്സായിട്ടുണ്ട്.
എല്ലാവരും കൂടെ ഒന്നിച്ച് നല്ല കമ്പനിയായി. ഇനി നമുക്ക് കുറച്ച് അല്ലാത്ത ഫ്രണ്ട്സിനെയും കൂടെ പൊടി ഫ്രണ്ട്സിനെ കൂടെ ആഡ് ചെയ്യാം. പൊടി കൂട്ടുകാർ അല്ല. അപ്പം നമുക്ക് ഈ ഗ്യാങ്ങിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ചുകൂടെ മുളക് പൊടി. ബീഫാകുമ്പോൾ എരി ഇത്തിരി വേണം. കണക്കൊന്നും ചോദിക്കരുത്, കണക്കൊക്കെ കണക്കാണ്. ഇവരിങ്ങനെ കിടന്ന് ഇവരൊന്ന് സെറ്റാവട്ടെ. ചെറിയ തീയിട്ടിട്ട് ചോറ് ചേട്ടനപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം അടി കുറച്ച് വെള്ളം കാണുമല്ലോ. അപ്പം അത് ജസ്റ്റ് കുറച്ച് നേരം അതിനകത്ത് അടിയിലത്തെ നമ്മൾ തീ കൊടുത്തിട്ട് വെക്കുമ്പോൾ പെട്ടപ്പെടാന്ന് പറയുന്നത് പൊട്ടും. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം ഒന്ന് വറ്റും. അപ്പോഴത്തേന് അതങ്ങ് മാറ്റി വെക്കും. ഗരം മസാല, നമ്മൾ ഗരം മസാല ഒക്കെ നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന് പൊടിപ്പിക്കുന്നത്. ചന്തയിലൊക്കെ പോയിട്ട് ഇത്ര രൂപയുടെ ഒക്കെ നമ്മൾ മേടിക്കില്ല, അതിങ്ങനൊന്നും കിട്ടും. അല്പം കുരുമുളക്, എരിയുടെ അനുസരിച്ചേ ചേർക്കാവുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ ചേർത്ത് എരി അയ്യോ ഒന്നും പറയാനില്ല. പക്ഷേ ബീഫിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് എരിയായിരിക്കുമല്ലോ. ചോറും കപ്പയൊന്നും കിട്ടില്ല, കപ്പയും ചക്കയൊന്നും കിട്ടാത്തത് കൊണ്ട് ചോറും ഇതുമായിട്ട് കഴിക്കാം. ബീഫ് മസാല, മാംഗോ അച്ചാറിൻ്റെ കുപ്പിയിൽ ബീഫ് മസാല. പണ്ടത്തെ ആൾക്കാരൊന്നും മസാല ബീഫിൻ്റെ മസാല ഒന്നും ഇടില്ല. എല്ലാവരും വീട്ടിൽ അരച്ച പൊടി, മല്ലിപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും എല്ലാം ഇത് വീട്ടിലത്തന്നെയാണ്. അമ്മ എനിക്ക് ഇതെല്ലാം മേടിച്ച് റെഡിയാക്കി വെച്ച് തരും കൊണ്ടുപോകാനെ കൊണ്ട്. ഒരു വർഷത്തേന് നമുക്ക് നിൽക്കും. മണം കിട്ടുന്നുണ്ടോ നോക്കാൻ, മണം ഉണ്ടോ നോക്കാം, മണത്ത് നോക്കാം. വെന്തെടുത്ത നമ്മുടെ ബീഫ് ചേട്ടനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നാട്ടിലെങ്ങനെയാണ് വിലയൊക്കെ കണ്ടോ? ഇത് തുമ്മല് എനിക്ക് തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ വെണ്ട വേവിച്ചെടുത്ത് വെച്ച ബീഫ് എല്ലാം കൂടെ ഇട്ട് നമുക്കിന് മസാല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കാണിക്കാമോ? കണ്ട, നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച നമ്മുടെ തേങ്ങാക്കൊത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങാക്കൊത്ത്. ഇതിലിടുന്നത് ഞാൻ അതുകൊണ്ട് ചിക്കനകത്തിലിടും. ഒരു രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിക്കകത്ത് കിടക്കുന്ന തേങ്ങാക്കൊത്ത്. ഇഷ്ടപ്പെട്ട നമ്മൾ ബീഫ് വേവിക്കാനെടുത്ത ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കും. ഇതിനൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പ് എന്താണെന്ന് നോക്കാം. കറിവേപ്പില. ഇനി അവർ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന കാണാൻ പറ്റുമോ? ഗുളുഗുളാന്ന് വരുന്നുണ്ടോ? അപ്പം നമ്മുടെ ബീഫ് കറി തിളച്ചിരിക്കുകയാണ് കണ്ടോ, ആവി പോകുന്നുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏത് അവസ്ഥയിലാണ് ഉള്ളത്.
ഫൈനലി നമ്മുടെ കറി ഇതാ റെഡി ആയിരിക്കുകയാണ്. ഒരു പീസ് എടുത്ത് നോക്കിയാലോ. ചൂടാ, വായൊക്കെ പൊള്ളിപ്പോയി. സംഭവം കൊള്ളാം. എരി ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കഴിക്കാം. അപ്പം ടാറ്റാ, നമ്മളെന്നാൽ കഴിച്ചിട്ട് വരാമേ.